ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മിക്കവാറും എല്ലാവരുടെയും വീടുകളിൽ പെൻ ഹോൾഡർ ഉണ്ടാവും. പക്ഷേ കൂടുതലും പേനയും പെൻസിലും സ്കെച്ച് ക്രയോൺ അങ്ങനെ എല്ലാം ഒന്നിച്ച് മിക്സ് ആയിട്ടാണ് ഉണ്ടാകുന്നത്. അപ്പം നമുക്ക് ഇന്ന് ആ പ്രശ്നം ഒന്ന് പരിഹരിച്ച് എല്ലാത്തിനെയും സെപ്പറേറ്റ് ആക്കി വൃത്തിയാക്കി വെച്ചാലോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു കുഞ്ഞ് കാർഡ്ബോർഡ് പീസും പേപ്പർ ഗ്ലാസും മാത്രം മതി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ നമ്മളിത് 20 സെൻറ്റിമീറ്റർ റൗണ്ട് ഷേപ്പിൽ വരുന്ന ഒരു കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ കട്ട് ചെയ്ത വശം ഒന്ന് മറച്ചെടുക്കാനായിട്ട് ഒരു മാസ്കിംഗ് ടേപ്പ് ഉപയോഗിച്ചൊന്ന് ചുറ്റി കൊടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ഫുള്ള് ചുറ്റി എടുത്തു കഴിയുമ്പോൾ നമുക്ക് രണ്ട് സൈഡിലേക്കും അതിൻ്റെ ആ ബാക്കി ഭാഗം വരുമല്ലോ. അപ്പോൾ ആ വരുന്ന ഭാഗം ചതുരം ത്രികോണമൊക്കെ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് മടക്കി കൊടുക്കാം, ഒട്ടിച്ചു കൊടുക്കാം. പക്ഷേ നമുക്കിവിടെ റൗണ്ട് ഷേപ്പ് ആയതുകൊണ്ട് അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാൻ പറ്റില്ലാത്ത കാരണം നമ്മൾ ഈ പുറത്തേക്ക് ഒട്ടിച്ച് വെച്ചതിൻ്റെ പുറത്തേക്ക് നിൽക്കുന്ന ഭാഗം മാത്രം ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കുന്നത്. അതായത് നമ്മൾ ഈ വീഡിയോ കാണിച്ചു എന്നിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഈ മടക്കും ചുളിവുകളൊന്നും ഇല്ലാതെ നല്ല നീറ്റായിട്ട് നമുക്ക് ഒട്ടിക്കിട്ടും. ഇനി നമുക്ക് ഈ കാർഡ്ബോർഡ് പീസിൻ്റെ രണ്ട് വശവും പെയിൻ്റ് അടിച്ചു കൊടുക്കണം. അപ്പം ഞാനിവിടെ ബ്ലാക്ക് പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. രണ്ട് വശവും ഫുള്ള് കവർ ചെയ്ത് അടിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിന് ഉണങ്ങാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഇത് ഉണങ്ങി വരുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ ബാക്കി കാര്യങ്ങളും കൂടി സെറ്റാക്കാം. അപ്പം ഞാനിവിടെ 8 പേപ്പർ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിൽ 2 എണ്ണം എടുത്തിട്ട് അതിൻ്റെ ചുവടുവശങ്ങൾ തമ്മിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒട്ടിക്കുന്നതിന് മുമ്പ് നമ്മൾ അതിൻ്റെ ചുവടുവശത്ത് അടിയിലൊരു കവറിങ് ഉണ്ടല്ലോ, ആ കവറിങ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. 2 ഗ്ലാസിൻ്റെയും ആ ചുവടുവശത്തെ കവറിങ് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് നമ്മളിത് തമ്മിൽ ജോയിൻ ചെയ്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഈ അടിയിൽ കവറിങ് ഇല്ലാത്തതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം അത് അടിയിൽ കവറിങ് ഉള്ളപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കും, ഇല്ലാത്തപ്പോൾ നമുക്കത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി നിൽക്കുന്നതുകൊണ്ട് സൂക്ഷിച്ച് വേണം ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. അപ്പം മാസ്കിംഗ് ടേപ്പ് ഉപയോഗിച്ച് നമ്മളിതിൻ്റെ ചുവടുവശവും കൂടെ തമ്മിൽ ചേർത്ത് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ രീതിയിൽ നമ്മൾ 3 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ ഒരെണ്ണത്തിൻ്റെ മാത്രം നമ്മൾ ചുവടുവശം കവറിങ് കട്ട് ചെയ്യാതാണ് ഒട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരെണ്ണത്തിൻ്റെ കട്ട് ചെയ്യാതെയും ബാക്കി 2 എണ്ണത്തിൻ്റെ ചുവടുവശം കട്ട് ചെയ്ത് ഒട്ടിച്ച് കൊടുത്തേക്കുന്നത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ചുവടിലെ കവറിങ് കട്ട് ചെയ്യാതെ ഒട്ടിച്ച പേപ്പർ ഗ്ലാസ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരറ്റത്ത് വേറൊരു പേപ്പർ ഗ്ലാസ് കൂടെ മുഖാമുഖം നിൽക്കുന്ന രീതിയിൽ ഒട്ടിച്ചൊന്നെടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ആ ഒരു സെറ്റിന് മാത്രം 3 പേപ്പർ ഗ്ലാസ്സാണ് നമ്മൾ എടുക്കുന്നത്. എൻ്റെ കയ്യിലുള്ള പേപ്പർ ഗ്ലാസ് കുറച്ച് ഹൈറ്റ് ഉള്ളതായതുകൊണ്ട് ഈ പേനയൊക്കെ ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നതല്ലേ, അപ്പോൾ ആ ഒരു വൃത്തികേട് മാറ്റാനായിട്ട് ഞാൻ ആ പേനയുടെ ഒക്കെ കറക്റ്റ് അളവിലൊന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് അതിൻ്റെ ചുവടുവശം മാത്രം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ 2 എണ്ണം ഒട്ടിച്ചത് മാത്രം കട്ട് ചെയ്യുന്നു. മൂന്നാമത്തെ നമ്മൾ ഈ 2 എണ്ണം വെച്ചതിന് ഇത്തിരി ഹൈറ്റ് കൂടുതലുള്ള രീതിയിൽ നമുക്ക് വേണ്ട രീതിയിലൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഇനി നമുക്ക് ബാലൻസ് ഒരു ഗ്ലാസ് വരുന്നുണ്ട്. അത് നമ്മൾ അങ്ങനെ തന്നെ യൂസ് ചെയ്യുക കേട്ടോ ചെയ്യുന്നത്. അപ്പം ഇനി അതിൻ്റെ എല്ലാ അകവും പുറവും പെയിൻ്റ് അടിച്ച് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഡിസൈനൊക്കെ ആഡ് ചെയ്ത് ഒന്ന് സെറ്റാക്കാം. ഞാനിവിടെ മൊത്തത്തിൽ ഡിസൈനൊക്കെ അടിച്ച് കുളമാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഉണങ്ങാൻ മാറ്റി വെച്ച ബോർഡ് എടുക്കുക, വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് സെറ്റാക്കുക, ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ പെൻ ഹോൾഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുതിയ പെൻ ഹോൾഡർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വെക്കണേ. അപ്പോൾ നമ്മുടെ ഇനിയുള്ള ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാമല്ലോ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ബൈ ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.